സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. തിരുസഭയുടെ ചരിത്രത്തിലാദ്യമായി വിശുദ്ധ വാതിൽ തടവറയിൽ തുറന്നു. വത്തിക്കാൻ സിറ്റി. ജൂബിലി വർഷത്തിൽ റോമിലെ റെബീബിയിലുള്ള ജയിലിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ വാതിൽ തുറന്നു. സഭയിൽ നൂറ്റാണ്ടുകൾ പിന്നോട്ടു പോകുന്ന ജൂബിലി പാരമ്പര്യ ചരിത്രത്തിൽ ഇതാദ്യമായാണ് കാരാഗ്രഹത്തിൽ ഒരു വിശുദ്ധ വാതിൽ തുറക്കുന്നത്. സഭയിലെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനമായ ഇന്നലെ ഡിസംബർ 26-ന് ഫ്രാൻസിസ് പാപ്പ റോമിലെ റെബീബിയിലുള്ള തടവറയുടെ പുതിയ വിഭാഗത്തിൽ വിശുദ്ധ വാതിൽ തുറന്നത്. ഇന്നലെ പ്രാദേശിക സമയം 9 മണിക്ക് പാപ്പ വിശുദ്ധ വാതിൽ തുറന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. 100ഓളം തടവുകാരും പോലീസ് ഓഫീസർമാർ, വൈദികർ, സന്നദ്ധ പ്രവർത്തകർ, ജയിൽ ഗാർഡുകൾ, അവരുടെ കുടുംബങ്ങൾ എന്നിവർ തിരുകർമ്മങ്ങളിൽ സംബന്ധിച്ചു. വിശുദ്ധ വാതിൽ തുറന്നതിന്റെ പൊരുൾ പ്രതീകാത്മകത വിശദീകരിച്ച പാപ്പ ഹൃദയം തുറക്കുക എന്നാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അടഞ്ഞ കഠിന ഹൃദയങ്ങൾ ജീവിതത്തിന് സഹായകമല്ലെന്ന് പ്രസ്താവിച്ച പാപ്പ, ആകയാൽ ഈ ജൂബിലിയുടെ അനുഗ്രഹം പ്രത്യാശയിലേക്ക് ഹൃദയം തുറക്കുക എന്നതാണെന്ന് ഉത്ബോധിപ്പിച്ചു. മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ ഒന്നും പരിഹരിക്കാനാകില്ല. എന്നാൽ പ്രത്യാശ നിരാശപ്പെടുത്തില്ല. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നിടണമെന്ന് അനുസ്മരിച്ച പാപ്പ പ്രത്യാശ മുറുകെ പിടിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. ഡിസംബർ 24-ന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ വാതിൽ തുറന്നതോടെയാണ് 2025 ജൂബിലി വത്സരത്തിന് തുടക്കമായത്. ഇനി റോമിലെ ഇതര പേപ്പൽ ബസിലിക്കയുടെ വിശുദ്ധ വാതിലുകൾ ഉടൻ തുറക്കും. വിശുദ്ധ ജോൺ ലാറ്ററൽ ബസിലിക്കയുടെ ഡിസംബർ 29-നും വിശുദ്ധ മേരി മേജർ ബസിലിക്കയുടെ 2025 ജനുവരി 1-നും റോമൻ ചുമരിനു വെളിയിലുള്ള വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയുടെ ജനുവരി 5-നുമായിരിക്കും തുറക്കുക. 2026 ജനുവരി 6 വരെയുള്ള സമയത്താണ് തിരുസഭ ജൂബിലി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.